അപ്പം ഇന്ന് നമുക്ക് ഒരു അടിപൊളി മാംഗ്ലൂർ സ്റ്റൈൽ ചിക്കൻ തവ ഫ്രൈ റെഡിയാക്കാട്ടോ. ഈ ഒരു ചിക്കൻ ഫ്രൈ ഒന്ന് കഴിച്ചു തുടങ്ങിയാ ഉണ്ടല്ലോ, പിന്നെ നിർത്താനേ പറ്റില്ല. അത്രയ്ക്കും ടേസ്റ്റ് ആണ്. ഇതിന്റെ ഒരു മസാലയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ അകമെന്ന് പറഞ്ഞാൽ നല്ല ജ്യൂസി ആട്ടോ. ദേ കണ്ടില്ലേ? ബാംഗ്ലൂർ വന്നിട്ട് ട്രൈ ചെയ്തതിൽ വൺ ഓഫ് മൈ ഫേവറേറ്റ് റെസിപ്പി ആട്ടോ. പക്ഷെ കുറേ നാളായിട്ട് ഇതിന്റെ റെസിപ്പിയും കിടിപിടികളും ഒക്കെ തപ്പി നടക്കുമായിരുന്നു. ഇപ്പൊ കുറച്ച് ദിവസത്തിന് മുന്നേ ആട്ടോ കിട്ടിയത്. അപ്പൊ ആദ്യം ഒരു 4 ടു 5 അല്ലി വെളുത്തുള്ളി, അതുപോലെ 1 ഇഞ്ച് സൈസിലുള്ള ഇഞ്ചിയും കൂടെ നല്ലപോലെ പേസ്റ്റ് ആക്കി എടുക്കണം ട്ടോ. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. ഇവിടെ നമുക്ക് ഡബിൾ മാരിനേഷൻ ആട്ടോ വരുന്നത്. ആദ്യത്തെ മാരിനേഷൻ വളരെ സിമ്പിൾ ആണ്. രണ്ടാമത്തെ ഒരു മസാല പേസ്റ്റ് ഒക്കെ റെഡിയാക്കിയിട്ടാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് മാരിനേഷന് ഞാനിവിടെ ഒരു 400 ഗ്രാം ചിക്കനാട്ടോ എടുത്തേക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി എടുത്ത ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ വേണ്ടത് ഒരു 2 ടീസ്പൂൺ തൈരാണേ. ഒരുപാട് പുളിയുള്ള തൈര് എടുക്കല്ലോ കേട്ടോ. പിന്നെ ഫൈനലായിട്ടൊരു അരമുറി നാരങ്ങയുടെ നീരൂടെ. അപ്പം ഇത്രയും മതി നമ്മുടെ ഫസ്റ്റ് മാരിനേഷനുള്ള ഐറ്റംസ്. അപ്പം ഇത്രയും കൂടെ നമുക്ക് നല്ലപോലെ ഈ ചിക്കനിലൊന്ന് കോട്ട് ചെയ്തെടുക്കാവേ. നമുക്കറിയാം ഏത് ടൈപ്പിലുള്ള ചിക്കൻ ഫ്രൈ ആയാലും അതിൻ്റെ മസാലയാട്ടോ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ശരിക്കും അതിന് ടേസ്റ്റും ഹൈപ്പും ഒക്കെ കൊടുക്കുന്ന ആ ഒരു മസാലയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം നമ്മുടെ ഫസ്റ്റ് മാരിനേഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ദേ ഇത് കണ്ടില്ലേ, നല്ലപോലെ മസാല കോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 30 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാവേ. അപ്പോൾ അതവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യുന്ന ടൈം കൊണ്ട് നമുക്ക് സെക്കൻഡ് മാരിനേഷനുള്ള മസാല റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ഐറ്റംസ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യാട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത്. കൂടെ തന്നെ ഒരു 4 കാശ്മീരി മുളക് പൊടിയും, പിന്നെ ഒരു 1.5 ടീസ്പൂൺ ഉണ്ട് മല്ലി, കൂടെ തന്നെ 3/4 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് കേട്ടോ. അപ്പോൾ ഇത്രയും നമുക്ക് ആദ്യം ഒന്ന് ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം കേട്ടോ. ചിലർ എണ്ണയിലും ഇത് ചെയ്യാറുണ്ട്, പക്ഷെ അതിലും ടേസ്റ്റ് നെയ്യിൽ ചെയ്യുന്ന കേട്ടോ. അപ്പോൾ ഇത്ര ഐറ്റം ഒന്ന് പകുതി റോസ്റ്റായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു തണ്ട് കരിവേപ്പില, അതുപോലൊരു 4 ടീസ്പൂൺ തേങ്ങയാണേ അതുകൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഫ്രഷ് ആയിട്ട് ചിരകിയ തേങ്ങയാണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആയിട്ട് ഉണ്ടെങ്കിൽ അത് ഡയറക്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. അതാണെങ്കിൽ ഇത്രയും നേരം റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, പെട്ടെന്നായി കിട്ടും. ഇതിപ്പം പച്ച തേങ്ങ ആയതുകൊണ്ടാട്ടോ കുറച്ച് സമയം എടുക്കുന്നത്. ഈ തേങ്ങ ഒന്ന് ഡ്രൈ ആയി കിട്ടിയാൽ മതി കേട്ടോ. ഒരുപാട് അങ്ങിട്ട് റോസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇതിപ്പോൾ കണ്ടില്ലേ, എല്ലാം ഒന്ന് നന്നായിട്ട് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവം മതി കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പം നന്നായിട്ട് തണുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് അരയ്ക്കുന്നതിന് മുമ്പ് ഇതിലോട്ട് കുറച്ച് ഐറ്റംസ് കൂടെ ഒന്ന് ചേർക്കാനുണ്ട്. അതുപോലെ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടൊന്നും അരയ്ക്കേണ്ട, ഒരു കോഴ്സ് ഗ്രൈൻഡ് ആയിട്ടൊന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ 1 ടീസ്പൂൺ പുളിയാണേ. പുളിയുടെ ആ ഒരു പേസ്റ്റ് ഇല്ലേ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരല്പം വെള്ളം കൂടെ ചേർത്തിട്ട് കുറച്ച് തരിയായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഒരു 30 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മസാല ഇതിലോട്ട് തേച്ച് പിടിപ്പിക്കാം. അതായത് നമ്മുടെ സെക്കൻഡ് മാരിനേഷൻ ആട്ടോ. അതുപോലെ ആ ഒരു മസാല അരച്ചപ്പോൾ ഞാനൊരു 3 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്തായിരുന്നേ. അത് ഞാൻ ആദ്യം മറന്നു പോയിരുന്നു കേട്ടോ. പിന്നെ ഓർത്തെ, അതുകൊണ്ട് അത് വീഡിയോയിൽ മിസ്സായത്. ഒരു 3 ടു 4 എണ്ണം മതി കേട്ടോ, അത്രയും മതിയാവും. അപ്പോൾ ഇനി ഈ മസാലയും കൂടെ നമ്മുടെ ഈ ഒരു ചിക്കനിൽ നല്ലപോലെ കോട്ട് ചെയ്തെടുക്കാം. ശരിക്കും ഈ ഒരു മസാലയാട്ടോ ഈ ചിക്കൻ ഫ്രൈയുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഉപ്പിൻ്റെ ആ ഒരു അളവൊന്ന് നോക്കണേ. ചിലപ്പോൾ കുറച്ച് കുറവായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് അതുകൂടെ ചേർത്ത് കൊടുക്കുക. ഇത് കണ്ടില്ലേ, അപ്പോൾ സെക്കൻഡ് മസാലയും നമ്മളിവിടെ നല്ലപോലെ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമുക്കൊരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അത്രയും ടൈം ഇല്ലെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും വെക്കണം കേട്ടോ. ഏറ്റവും മിനിമം ആണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇനി ഞാൻ ഫ്രൈ ചെയ്യാനുള്ള തവ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ തവ ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് ഏതെങ്കിലും നല്ല അടികട്ടിയുള്ളൊരു തവ എടുക്കുക. അതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ. അത് ചേർത്തിട്ടുണ്ട്. അതിന് ശേഷം എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ശരിക്കും ഈ ഒരു ചിക്കൻ ഫ്രൈ ഞാൻ ഒറ്റവട്ടേ പുറത്തുനിന്ന് കഴിച്ചിട്ടുള്ളൂ. പക്ഷെ അതിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും എൻ്റെ നാവിലുണ്ട് കേട്ടോ. ഞാൻ വെറുതെ ഇരുന്ന് തെള്ളുവാന്നൊന്നും വിചാരിക്കേണ്ട. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇതൊന്ന് കഴിച്ചു തുടങ്ങിയാണ്ടല്ലോ പിന്നെ നോൺ സ്റ്റോപ്പ് ആയിരിക്കും. അത്രയ്ക്കൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആട്ടോ ഇതിന്. പിന്നെ നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന പോലെ ഒരുപാട് എണ്ണയിലിട്ട് അങ്ങനെ ഡീപ് ഫ്രൈ ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു സൈഡൊന്ന് നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് നേരം നമുക്ക് ഡീപ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. തവ ഫ്രൈ ആയതുകൊണ്ട് നമുക്ക് 2 സൈഡും ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. ഇത് കണ്ടില്ലേ, അടുത്ത ഒരു 5 ടു 6 മിനിറ്റ് ആയപ്പോഴത്തേക്കും അടുത്ത സൈഡും നല്ലപോലെ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് മുഴുവനും കൂടെ എനിക്ക് തോന്നുന്നൊരു 20 ടു 25 മിനിറ്റ് മാക്സിമം മതി നമുക്കിത് ചെയ്തെടുക്കാൻ.
ഞാൻ മാരിനേഷൻ ഒഴിച്ചാട്ടോ പറഞ്ഞത്. കുക്കിംഗ് ടൈം മാത്രമാണ് പറഞ്ഞത്. അപ്പം നമ്മുടെ തവ ഫ്രൈ റെഡിയായി. ഇനി ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള മല്ലിയിലയും കൂടെ ഒന്ന് ചോപ്പ് ചെയ്തിടുക. ഇതൂടെ ആയപ്പോഴത്തേക്കും നമ്മുടെ മാംഗ്ലൂർ സ്റ്റൈൽ തവ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടോ. വളരെ സിമ്പിൾ അല്ലേ ചെയ്തെടുക്കാൻ. അതുപോലെ തന്നെ ഞാൻ ഇത്ര ഓവർ ഹൈപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം എല്ലാവർക്കും ഓരോ നാട്ടിൽ ചെന്നിട്ട് അവിടുത്തെ ഫുഡ് കഴിക്കാനായിട്ട് പറ്റണമെന്നില്ല. അപ്പം നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പം എൻ്റെ ചാനൽ ഇതുവരെ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള പല പല റെസിപ്പീസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഈ ചിക്കൻ്റെ ഔട്ടർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്രിസ്പി ആയിരിക്കത്തില്ല കേട്ടോ. പക്ഷേ ഇത് അകമൊക്കെ നല്ല ജ്യൂസി ആയിരിക്കും. ഒരു മിനിമം ക്രിസ്പി ലെവലിലും ആയിരിക്കും ഔട്ടർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത്രയും പോരെ, ഇനി എന്ത് വേണം? അപ്പം മറക്കാതെ ട്രൈ ചെയ്യുക. അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റിൽ പറയാനോട് മറക്കല്ലേ.